ചില കറികളുണ്ടല്ലോ നമ്മൾ വളരെ പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു പോകുന്ന ചില കറികളുണ്ട്. അതിനൊരുപാട് ഇൻഗ്രീഡിയൻസ് വേണ്ട, ഒരുപാട് സമയമെടുക്കില്ല. പക്ഷേ എങ്കിലും നമ്മൾ ഒരു തവണ കഴിച്ചു കഴിഞ്ഞാൽ അയ്യോ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് ചിന്തിച്ചു പോകും. അങ്ങനെ നമ്മൾ കഴിച്ചു തുടങ്ങിയ ഒരു കറിയാണ് നമ്മുടെ ഇഷ്ടു. ഇഷ്ടു വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ ഒരു തുള്ളി പോലും എണ്ണ ചേർക്കാതെയാണ് ഇഷ്ടു തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് ഉരുളക്കിഴങ്ങ് തോലൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ചീകിയെടുക്കണം കേട്ടോ. അപ്പോൾ കത്തി കൊണ്ട് കട്ട് ചെയ്താലും മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് പണി കഴിയും. പെട്ടെന്ന് പണി കഴിയുക എന്നുള്ളതാണല്ലോ. അപ്പോൾ രാവിലെ നമുക്ക് വേഗം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇതുപോലത്തെ ഇങ്ങനത്തെ റെസിപ്പീസൊക്കെ. അപ്പോൾ ഇഷ്ടു എല്ലാത്തിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പത്തിൻ്റെ കൂടെ അപ്പവും ഇഷ്ടവും നല്ല ടേസ്റ്റാണ്. ഇഡ്ഡലിയും ദോശയൊക്കെ നല്ല ടേസ്റ്റാണ്. ഇതിലൊരു തുള്ളി പോലും എണ്ണ ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ നല്ല ഹെൽത്തിയുമാണ്. എണ്ണ ഇഷ്ടമില്ലാത്തവർക്ക് കഴിക്കാനായിരുന്നാലും ഇഷ്ടംപോലെ എത്ര കഴിച്ചാലും നമുക്കത് വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത ആദ്യത്തെ ഒരു കറിയാണ് ഈ കറി. അങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചടപടവ് കറിയാണ്. ആദ്യം അതിന് നമുക്ക് ഉരുളക്കിഴങ്ങിന് ഇതുപോലെ നല്ല റെഡിയായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. എന്തിനാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതെന്നറിയോ? ഈ ഇഷ്ടുവിൻ്റെ ഉള്ളിലുള്ള ഉരുളക്കിഴങ്ങുണ്ടല്ലോ, വായിലിട്ട് അലിഞ്ഞു പോകും നമ്മളെപ്പോഴും പറയില്ലേ, അതുപോലെ നന്നായിട്ട് വെന്തും കിട്ടണം, നല്ല സോഫ്റ്റ് ആയിരിക്കുകയും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇത്ര തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിരിക്കുന്ന ഇഷ്ടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇഷ്ടമാണ് തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് വളരെ രുചികരമായിട്ട് സോഫ്റ്റായിട്ട് കഴിക്കാൻ പറ്റും. പിന്നെ വേണ്ട നമ്മുടെ സവാള ഇതുപോലെ ഒണിയനും കൂടെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നീളത്തിൽ ഇതുപോലെ തന്നെ വളരെ സോഫ്റ്റായിട്ട്, ഇതും സോഫ്റ്റായിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ പീൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും നല്ല സോഫ്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ പച്ചമുളക് കീറിയതും, ഇത്രയുമാണ് ഇതിനാവശ്യമുള്ളത്. വേറൊന്നും ഇതിനകത്ത് ഞാൻ ചേർക്കുന്നില്ല. ഇനി വേറെ പല രീതിയിലും ചേർക്കുന്നവരുണ്ട്. ഇനി ഇതിൽ എക്സ്ട്രാ ചേർക്കുന്നത് ഇഞ്ചിയാണ്. അപ്പോൾ നമുക്ക് അടുത്തായി വേണ്ടത് തേങ്ങ മിക്സഡ് ജാറിൽ ഇതാവുന്ന അരച്ചെടുത്തിട്ടുണ്ട്, നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാലിലാണ് ഇഷ്ടു തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. അതിന് മുമ്പായിട്ട് ഒരു ചട്ടി വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മുടെ സവാളയും ഉരുളക്കിഴങ്ങും പച്ചമുളകും കൂടി ഒന്ന് വേഗം ഇട്ട് കൊടുക്കാം. ഇനി എളുപ്പത്തിൽ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കുക്കറിൽ ഇട്ടിട്ടുണ്ടല്ലോ, ഒറ്റ വിസിൽ മതി, പെട്ടെന്ന് ചടപടവെന്ന് വെന്ത് കിട്ടും. കാര്യം നമ്മുടെ അതുമാതിരി സോഫ്റ്റായിട്ടാണ് ഇത് ചീകിയെടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ 1-2 വിസിൽ വെച്ച് കഴിഞ്ഞാൽ വേഗം അങ്ങനെ കിട്ടും. അപ്പോൾ നമുക്ക് ഇതുപോലെ വേവിച്ചെടുക്കുന്നത് എന്താണെന്നറിയോ? ഈ ഇഷ്ടത്തിൻ്റെ മണം ഒന്ന് ഫീൽ ചെയ്യാൻ ഭയങ്കര രസമാണ് ഈ ഇഷ്ടം ഇങ്ങനെ വെന്ത് വരുമ്പോഴുള്ള. അപ്പോൾ അതിനായിട്ട് ഇഞ്ചി ചേർക്കുന്നുണ്ട്. ഇഞ്ചിയുടെ ആ ഒരു മണം ഇഷ്ടത്തിൽ വളരെ നല്ലതാണ്. നല്ലൊരു ഫ്ലേവർ കിട്ടും, നല്ലൊരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ കിട്ടുന്നതാണ് ഇഞ്ചി. അപ്പോൾ ഇഞ്ചി നന്നായിട്ട് ഇതുപോലെ ചതച്ചതിന് ശേഷം ഇഞ്ചിയും കൂടെ നമുക്ക് എടുത്തിട്ട് ഈ ഒരു ഉരുളക്കിഴങ്ങും പച്ചമുളകും ഈ സവാളയും വെന്ത് വരുന്നതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ്? പൊട്ടറ്റോയും ഒണിയനും പിന്നെ ജിഞ്ചറും ഗ്രീൻ ചില്ലിയും മാത്രമേ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഇതൊന്ന് വെന്ത് വരുമ്പോൾ ഇതിങ്ങനെ തിളയ്ക്കുന്നതിനനുസരിച്ച് തന്നെ ഈ ഇഞ്ചിയുടെ ആ ഒരു സത്തുണ്ടല്ലോ ഈ വെള്ളത്തിൻ്റെ ഉള്ളിൽ ചേരുകയും ഈ ഒരു കറിയിൽ വരികയും ചെയ്യും. അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ ആ ഒരു എരിവൊക്കെ ഇതിൽ പാകത്തിനായി കിട്ടും. പച്ചമുളകൊക്കെ എരിവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ കൊടുക്കാം. ഈ കറിക്ക് എനിക്ക് ഒരുപാട് എരിവൊന്നും ഇഷ്ടമല്ല, പക്ഷേ എന്നാൽ പച്ചമുളകിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുകയും വേണം. പച്ചമുളക് ഇങ്ങനെ പച്ചയ്ക്ക് തിളപ്പിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് തിളയ്ക്കാൻ തുടങ്ങും. തിളച്ച് കഴിഞ്ഞാൽ വേഗം വെന്ത് കിട്ടും. അപ്പോൾ ഇത് വെന്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ഈ കറി വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കറിയാണ്. വെള്ള കളറാണെങ്കിൽ വേറെ മസാലയോ ഒന്നും ചേർക്കുന്നില്ല. എപ്പോഴും കാണുന്ന മഞ്ഞ കളർ കറിയോ അല്ലെങ്കിൽ ചുവന്ന കളർ കറിയോ പോലെയല്ല. കറിവേപ്പില നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതും കൂടെ ചേർത്തിട്ടുണ്ട്. കറിവേപ്പിലയുടെ ആ ഒരു മണവും കൂടെ വരുമ്പോണ്ടല്ലോ ഒരു പ്രത്യേക മണമാണ്. ഇപ്പം തന്നെ നല്ലൊരു വാസനയുണ്ട്. ഇതിൻ്റെ കൂടെയാണ് നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. ആ തേങ്ങാപ്പാലിൽ കുറുക്കിയെടുത്ത കറിയാണ്. എന്തായിരിക്കും ഇഡ്ഡലിയുടെ ദോശയുടെ കൂടെയൊക്കെ എന്തൊരു ടേസ്റ്റ് ആയിരിക്കും അല്ലേ? അതിന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് നമ്മുടെ ഇഷ്ടം. അപ്പോൾ അതിലേക്ക് ഇപ്പോൾ എല്ലാം നല്ലപോലെ വെന്ത് പാകത്തിനായിട്ടുണ്ട്. വെന്ത് ചേർത്തിട്ടുള്ള വെള്ളം ഒരു 1/4 ഭാഗവും വറ്റി കഴിയുമ്പോൾ ഇനി തേങ്ങാപ്പാൽ മാത്രം ഒഴിച്ചിട്ടും തിളപ്പിക്കാം. 2ാം പാൽ ഒഴിച്ച് തിളപ്പിച്ചതിന് ശേഷം അതൊന്ന് വറ്റി കഴിയുമ്പോൾ അതിലോട്ട് 1ാം പാൽ ചേർത്ത് കൊടുക്കുന്നവരും ഉണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം, അതിൽ പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു വലിയ 1.5 കപ്പ് ചേർത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. നാളികേരത്തിൻ്റെ പാല് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ പാലിൽ ഇങ്ങനെ കുറുകി വരുമ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് കുറുകുമല്ലോ, ആ സമയത്ത് കുറച്ചുകൂടി പാൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും നല്ല കുറുകിയ തിക്കായിട്ടുള്ളൊരു പാല് കറി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ള നല്ല കിഡിലിന് ഇഷ്ടമാണ് തയ്യാറായിട്ടുള്ള ഒരു തുള്ളി പോലും എണ്ണയില്ലാതെ ട്രൈ ചെയ്ത് നോക്കാം.